കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ ഇതേ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നുള്ള കലാപരിപാടികളാണ്. ഞാൻ ക്ഷേത്രത്തിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പുതിയ നൈറ്റി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? ഞാനൊരു പുതിയ നൈറ്റിയൊക്കെ വാങ്ങിച്ച് ചിങ്ങം 1-ാം തീയതി ആയിട്ടിട്ടു. പക്ഷേ ഈ വീഡിയോ ഞാൻ ചിങ്ങം 2-ാം തീയതിയാണ് ഇടുന്നത്. നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിതാ രാവിലെ അരി എടുപ്പിടാൻ വേണ്ടി കുറച്ച് ചെറിയ ചുള്ളികളൊക്കെ പറയും. നമുക്ക് പെട്ടെന്ന് തീ കത്തിക്കാൻ കണ്ടെന്ന് ചിങ്ങം ഒന്നല്ല. ഇങ്ങനെ കടപടാ ജോലി ചെയ്യണമെങ്കിൽ അല്പം മണ്ണെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നമ്മളെ സർക്കാർ വർഷത്തിലൊരു 1.5 ലിറ്റർ മണ്ണെണ്ണ തരണുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് മണ്ണെണ്ണ ഇരിപ്പുണ്ടായിരുന്നു, അതിനോടൊത്തൊഴിച്ച് പെട്ടെന്ന് തീ കത്തിച്ചു. അങ്ങനെ നല്ല പടപടാന്ന് തീയൊക്കെ കത്തിയ കണ്ടല്ല എൻ്റെ പിച്ചിപ്പൂ. ഞങ്ങളിവിടുത്തെ പിച്ചിയിൽ നിന്ന് പറിച്ച് കെട്ടി അവിടെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് ഞാൻ വൈകുന്നേരം പറിച്ചിടും. ഇങ്ങനെ പോണ ദിവസങ്ങളിൽ, ക്ഷേത്രത്തിൽ പോണ ദിവസങ്ങളിൽ ഞങ്ങളൊരു ദിവസം പോകും കേട്ടോ. അങ്ങനെ ഞാൻ അരിയൊക്കെ അടുപ്പിലിട്ടു. ഒരു കുഞ്ഞു കലത്തിലാട്ടോ. ഞങ്ങൾ 2 ആളല്ലേ ഇവിടെ ഇപ്പം വീട്ടിലുള്ളൂ. എല്ലാ ദിവസവും നമ്മളെല്ലാവരും കാണൂല. പിന്നെ ഒരു നേരത്തേക്ക് മതി. അത് കണക്കാക്കിയാണ് വയ്ക്കണത് കേട്ടോ. അല്ലാതെ നിങ്ങൾ വിചാരിക്കില്ലേ കുഞ്ഞു ചട്ടിയിൽ എന്താ ചെയ്യാനെന്ന്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ ഞാനിത് രാവിലെ ദോശയ്ക്ക് ഞാൻ ഉണ്ടാക്കിയത് കുറുമയാണ്. കടലയും കിഴങ്ങും നമ്മളെ ഗ്രീൻ പീസൊക്കെ ചേർത്തുള്ള ഒരു കുറുമക്കറിയാണ് വെച്ചത്. പിന്നെ അതൊക്കെ എന്തിനാണ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് കാണിക്കാതെ. കുറുമക്കറിക്ക് വേണ്ടി തയ്യാറാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ദേ ചിങ്ങം വന്നെത്താറായി, നമ്മളെ ഓണക്കാലമായി ഇല്ലേ. എന്തൊക്കെ സങ്കടങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആ ഓണം ചിങ്ങം എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു ആണ്. ഇങ്ങനെ ഞങ്ങളിതേ ഒരാൾ ദോശ ചുടുന്നുണ്ട്, ഒരാൾ കറി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ തകർത്ത അടുക്കള പണിയിലാണ്. പിന്നെ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ ചിങ്ങം 1-ാം തീയതി നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കണ്ടത്തിലും പാടത്തിലും റബ്ബർ വിളയിലും ഒന്നും പോവേണ്ട ഒരാവശ്യമില്ല. ഇന്ന് സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി പൂവൊക്കെ ചൂടി അങ്ങനെ ഇന്ന് നടക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് മൊത്തത്തിൽ അങ്ങനെ ഒരു ഉല്ലാസത്തിൽ നടക്കിയത്. പിന്നെ ഞാൻ രാവിലെ കുറച്ച് പുളിശ്ശേരി വെച്ചു. പിന്നെ ഇതേ മുളക് കറി ഉണ്ടാക്കാൻ പോകണം. മുളക് പുളി ഒഴിച്ച് ഉണ്ടാക്കുന്ന കറിയാണ്. അങ്ങനെ മുളക് കറിക്ക് വേണ്ടി ഇതേ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളിയും പച്ചമുളകും നെടുകെ കീറിയതും കൂടെ ഇട്ട് ഒരു 2-3 വാട്ടിയെടുത്തു. പിന്നെ ഞാൻ പച്ച കീര തോരൻ വയ്ക്കാൻ വേണ്ടി വെളുത്തുള്ളി ചതച്ചെടുക്കുന്നതാണ്. അങ്ങനെ ഇതേ കീരയെ കൊടുത്ത് ഒരാളെൻ്റെ പിറകെ ഓടിക്കൊണ്ട് നടക്കുകയാണ്. ഒരു സെക്കൻഡ് ഒരു സ്ഥലത്തിരിക്കൂല. അങ്ങനെ ഞാനിതേ കീരത്തോരനൊക്കെ വച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചുകൊണ്ട് ഇന്നൊരു യാത്രയുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഭഗവാൻ കൃഷ്ണനെ കാണാൻ, നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വേണ്ടി ഞാൻ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോട്ടൊന്ന് പോയി. അപ്പോഴേക്കും മറ്റേ ആളിനെ കണ്ടോ, അതിൻ്റെ ഉയര കയറിയിരിക്കണമെന്നാണ്. അങ്ങനെ ഞാൻ തൂക്കിയെടുത്ത് ഉയര കയറ്റാൻ നോക്കിയതാണ്. ഒരു സാധനം അവിടെ വച്ച് ചെയ്യാൻ സമയത്തിൽ അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതു തിരിച്ചിറങ്ങി ദേ ഞങ്ങളിങ്ങോട്ട് പോരെയാണ്. ഞങ്ങളെങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ കൂടെ വരണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കണമെന്ന് അത്ര താല്പര്യമില്ല. എന്തോ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തോന്നണം. എന്തോന്ന് ബുദ്ധിമുട്ട് ഇല്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇതാ കണ്ടല്ലോ അമ്പലനട. ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചതിന്, എന്നാലും ഞാൻ ഇന്ന് അവിടെ പോയി നിങ്ങൾ അറിയിക്കാൻ വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. അങ്ങനെ ഞാൻ നെയ്യാറ്റിൻകര ബസ് സ്റ്റോപ്പിലോട്ട് ബസ്സിന് പോണ ഒരു ചെറിയ വീഡിയോയാണ്. ഓട്ടോയിലാണ് പോണത്. അവിടെ നിന്ന് ഒരു കുറച്ച് നടക്കാം. അമ്മയുള്ളത് കൊണ്ട് അമ്മയ്ക്ക് കാല് വയ്യ, അങ്ങോട്ട് ഇത്രയും ദൂരം നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അവിടെ വരെ ഓട്ടോയിൽ പോയി. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ അവിടെ അടുത്ത ഗണപതി കോവിലിലൂടെ ഒന്ന് കയറി. അവിടെയൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അതേ അവർ 2 ആളും പോണ വീഡിയോ. എല്ലാവർക്കും താങ്ക് യു, ഗുഡ് മോർണിംഗ്.